بالحق فمن اهتدى فلنفسه ومن ضل فإنما يضل عليها وما أنت عليهم بوكيل. അള്ളാഹുവിന്റെ അപാരമായ ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ഒരു ദിവസം, ഭൂമിയിലെ ഏറ്റവും ഹൈറായ ഒരു കാര്യത്തിന് സാക്ഷികളാകാൻ നമുക്ക് അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്ളമു ദുനിയ യൗമു അഅ്ളമു ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസം അയ്യാമുൽ അശ്റ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രത്യേകത പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോകാറാണ് പതിവ്. പരിശുദ്ധ റമദാനെ പറ്റിയും റമദാനിന്റെ അവസാനത്തെ 10-നെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ ആളുകൾക്ക് ഏറെക്കുറെ അവർക്ക് അത് ഉൾക്കൊള്ളുകയും ബോധ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ എത്ര പറഞ്ഞാലും എത്ര ആവർത്തിച്ചാലും ബോധ്യപ്പെടാത്തൊരു സംഗതിയാണ് ഈ അയ്യാമുൽ അശ്റിന്റെ കാര്യം. അല്ലാഹു ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞതാണ് വലയാലിൻ അശ്ർ. അത് ആ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് ആ ഈ ലയാലിൻ അശ്ർ 10 ദിനങ്ങൾ 10 ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹജ്ജ് മാസത്തിന് ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളോളം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു കർമ്മമില്ല എന്നൊക്കെ ഹദീസുകളിൽ എത്രയോ ആവർത്തിച്ചു വന്നതാണ്. പക്ഷെ എന്നാലും പലപ്പോഴും അത് ഉൾക്കൊള്ളാറില്ല. സഹാബികളൊക്കെ ജീവിതത്തിൽ അവർക്ക് അതായത് അവർക്ക് കഴിയാത്ത വിധത്തിൽ അത്ര ക്ഷീണിച്ച് തളർന്നു പോകുന്ന അത്രയും അവര് വിവാദത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നു ഈ ദിനരാത്രങ്ങളിൽ എന്നാണ്. അപ്പൊ അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ കൂലി അടുത്ത ക്ലാസ്സിനും കിട്ടൂല, കഴിഞ്ഞ ക്ലാസ്സിനും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ല? കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇത് അയ്യാമുൽ അശ്റിലുള്ള ക്ലാസ്സാണ്. ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ പെട്ട ഒരു ക്ലാസ്സാണ്. അപ്പൊ ഈ ക്ലാസ്സിന്റെ കൂലി കഴിഞ്ഞ ക്ലാസ്സിനെ വരാനുള്ള ക്ലാസ്സിനോ ഇല്ല. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഏറ്റവും ആഴമായ ഏറ്റവും മഹത്തരമായ ദിനങ്ങളിൽ ഏറ്റവും ഹൈറായ ഒരു കാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പൊ കുറച്ച് സമയം അള്ളാഹുവിന്റെ കലാമിന്റെ മുന്നിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ കണ്ണും കാതും ഹൃദയവും ഒക്കെ അള്ളാഹുവിന്റെ കലാമിന്റെ മുന്നിലാണ് നമ്മൾ തുറന്നു വെക്കുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അപ്പൊ ആ ഒരു നിയ്യത്തോടു കൂടി ആയിരിക്കണം ഏതൊരു കാര്യത്തിനും നിയ്യത്ത് അനിവാര്യമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ നിയ്യത്ത് ഇന്നത്തെ ഈ ദിനത്തിന്റെ ഭൂമിയിലെ ഏറ്റവും മഹത്തരമായ ദിനങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞ ഈ ദിനങ്ങളിലെ ആ പൂർണ്ണമായ പ്രതിഫലം എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ഒരു നിയ്യത്തോടു കൂടിയാണ് ഈ ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. ഈ ക്ലാസ്സിൽ മാത്രമല്ല, ഇന്ന് ഇനി ബാക്കിയുള്ള 3 ക്ലാസ്സിലും പങ്കെടുക്കുന്നവരൊക്കെ ഇരിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പരമാവധി ഈ ഇന്നത്തെ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ കൂടി പരിശ്രമിക്കുകയും ചെയ്യാം. കാരണം ഇന്നത്തെ കൂലി അടുത്തൊരു ക്ലാസ്സിന് കിട്ടില്ല, നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്തൊരു ദുൽഹജ്ജിന് നമ്മൾ ഉണ്ടാകുമെന്നൊന്നും ഉറപ്പില്ല. അടുത്തൊരു ദുൽഹജ്ജ് മാസത്തിന് നമ്മൾ സാക്ഷികളാകോ എന്ന് നമുക്കാർക്കും ഒരു ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കണക്കെടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. 41-ാമത്തെ ആയത്താണ് നമ്മൾ 40-ാമത്തെ ആയത്ത് പഠിച്ച് പൂർത്തിയാക്കി. ഇനി 41-ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 41-ാമത്തെ ആയത്ത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ആയത്തിലേക്ക് കടക്കാം. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മള് ഏതൊരു കാര്യവും ദീനീപരമായ കാര്യങ്ങൾ കേൾക്കുന്നതും പഠിക്കുന്നതും ഉൾക്കൊള്ളുന്നതും
അതനുസരിച്ച് ജീവിക്കുന്നതുമൊക്കെ എന്തിനാണ്? അതിൻ്റെ ഗുണം ആർക്കാണ്? അത് നമ്മൾ തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ ദോഷം ആർക്കാണ് എന്ന് അള്ളാഹു വ്യക്തമായി പറയുന്ന ഒരായത്താണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ആയത്തിനെ ഖുർആനിൽ 21 ആയത്തുകൾ കൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നത് കാണാം. ഈ ഒരു ആയത്തിന് പരിശുദ്ധ ഖുർആനിലെ 21 ആയത്തുകളാണ് ഇതിന്റെ വിശദീകരണവുമായി വന്നിട്ടുള്ളത്. അപ്പം ഈ ആയത്തുകളിലൊക്കെ നമ്മൾ കാണുന്നത് ആവർത്തിക്കാണ്. നമ്മൾ മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി ആരെങ്കിലും ഖുർആൻ എഴുതിയാലെങ്കിൽ ഒരു കൂലിയുമില്ല, ഓതിയോനുമില്ല, മരിച്ച മയ്യത്തിനുമില്ല. കാരണം ഓന് വേണ്ടിയല്ലല്ലോ ഓതിയത്, അതുകൊണ്ട് ഓനാ കൂലിയില്ല. പിന്നെ മരിച്ചവന്റെ അമലല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് അമലാണോ നമുക്കുള്ളത് അതേ മനുഷ്യൻ കിട്ടുള്ളൂ. നമ്മൾ മരിച്ചതിന് ശേഷം വേറെ ആരും നമുക്ക് വേണ്ടി എന്ത് അമൽ ചെയ്തിട്ട് കാര്യമില്ല, നമ്മളെ അമലാണ് കിട്ടും. നമ്മളെ മക്കള് നമ്മളെ അമലാണ്. നമ്മളെ മക്കള്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്, നന്നായി ഇസ്ലാമികമായി ജീവിക്കുന്ന മക്കള് നമ്മളെ പ്രയത്നത്തിന്റെ ഫലം, നമ്മളെ അധ്വാനിച്ച് നമ്മളെ അമലാണത്. അതുകൊണ്ട് നമുക്ക് കിട്ടും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മകി ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി, അത് നമ്മളെ അമലാണ്. മരിച്ചാലും അതിന്റെ കൂലി കിട്ടും. നമ്മൾ ഇൽമ തേടി വന്നു, ഇൽമ പഠിച്ചു, അത് നമ്മളെ പ്രയത്നമാണ്. അതുകൊണ്ട് ാണ്. അതുകൊണ്ട് മരിച്ചാൽ അത് കിട്ടും. മരണത്തിന് ശേഷവും കിട്ടുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തുടക്കം കുറിച്ച കാര്യങ്ങളാണ്. മനസ്സിലായിട്ടല്ലോ? അതുകൊണ്ട് അവരുടെ പ്രയത്നം അല്ലാതെ കിട്ടൂല, അവരുടെ പരിശ്രമങ്ങൾ അതിനില്ലായെങ്കിൽ. കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു ഭാഗം അതിലുണ്ടാവണം. പിന്നെ ബാക്കി അള്ളാഹുവിന്റെ അഫുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അതേ സമയത്ത് നമ്മളെ മക്കളെ ഇസ്ലാമികമായി നമ്മൾ വളർത്തിയില്ല, അവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തില്ല, അവരെ ആ രൂപത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിച്ചില്ല, ഒന്നും ചെയ്യാതെ നമ്മൾ തന്നെ മോശമായിട്ട് ജീവിച്ചു, ശൂന്യമായി ജീവിച്ചു, നമ്മുടെ കുട്ടികൾ അങ്ങനെ ജീവിച്ചു, നമ്മൾ മരിച്ചുപോയതിനു ശേഷം നമ്മളൊരു മോനെ അള്ളാഹുവിൽ ഹിദായത്ത് കൊടുത്തത് കരുതുക. ആ ഹിദായത്തിന് ആരും ഉത്തരവാദിയല്ല, വാപ്പയാനെ നമ്മൾ ഉത്തരവാദിയല്ല. കാരണം നമ്മളിൽ ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല, ആ മകന് കിട്ടിയിട്ടില്ല, മക്കൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യക്ഷമാണ്. പിന്നെ അതിനപ്പുറമുള്ള കാര്യങ്ങൾ ആരാ തീരുമാനിക്കേണ്ടത്? അള്ളാഹു മാത്രമാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തു വെക്കണം. അത് ചെയ്തു വെച്ചാൽ അതിന്റെ ഗുണം നമുക്കാണ്. ഇനി ഒരാൾ ഇതൊന്നും കേൾക്കാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഇതൊന്നും മെയിൻ ചെയ്യാതെ ഒരാൾ അങ്ങനെ ജീവിച്ചു പോകരുത് എങ്കിൽ അതിന്റെ ദോഷം അവന് മാത്രമാണ്. അത് അള്ളാഹു തുറന്ന് പറയുന്ന ഒരായത്താണ് ഇനി നമുക്ക് പഠിക്കാൻ പോണത്. എങ്കിൽ നമുക്ക് ഒരു സന്മാർഗത്തിന്റെ വഴി കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്ക് മുന്നിൽ ഒരു മാർഗം തുറന്നു തന്നു. നമ്മൾ വേറെ റൂട്ടിൽ പോകേണ്ട ആളായിരുന്നു. നമ്മുടെ കൂട്ടുകാരും ചങ്ങാതിമാരും സാഹചര്യങ്ങളൊക്കെ വേറൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ നമ്മൾ അള്ളാഹിന്റെ അപാരമായി തോഫീക്ക് കൊണ്ട് ഒരു സന്മാർഗത്തിലേക്ക് നമ്മൾ ജീവിച്ചു. ആ ഒരു രൂപത്തിൽ, ആ റൂട്ടിലേക്ക് നമ്മൾ തിരിച്ചു വിടപ്പെട്ടു. നമ്മുടെ നിസ്കാരം കാര്യം, ബാക്കിയുള്ള ഖുർആൻ പഠനം ഒക്കെ ദീനിയായിട്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പോയി. അങ്ങനെ അല്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ പ്രായക്കാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ രൂപത്തിൽ, നല്ല രൂപത്തിൽ ജീവിക്കുകയാണ്. അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. അത് ശരിക്കും ബോധ്യപ്പെടണം. അപ്പൊ നമ്മളിന്ന് സുബി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, സുബി നിസ്കരിക്കാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇന്നലെ ഇഷ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇഷ നിസ്കരിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ അള്ളാഹുവിന്റെ കലാമ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് നമുക്ക് കിട്ടിയതിന്റെ വില എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു വസ്തു കിട്ടിയാൽ അതിന്റെ വലുപ്പം മനസ്സിലാക്കണം.
അതിന്റെ വലിപ്പം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ, പിന്നീട് അത് തുടർച്ച കിട്ടുള്ളൂ. അപ്പൊ അതും കൂടി മനസ്സിലാക്കി തരുന്ന ആയത്താണ് 41-ാമത്തെ ആയത്ത്. നമുക്ക് കിട്ടിയതിന്റെ അത് ഒന്നുമില്ല, ഈ പഠിക്കുന്ന ഖുർആൻ ക്ലാസിന്റെ വലിപ്പം എന്താണ്? നമ്മളൊരു ആയത്ത് പഠിക്കുമ്പോൾ അത് എടുക്കുന്ന ആളാരാണ്, എടുക്കുന്ന സങ്കല്പിക്കുന്ന ആൾക്കാർ ആരാണ്, അത് എവിടെയാണ്, ഇതൊന്നുമല്ല. നമുക്ക് കിട്ടുന്ന ഈ കാര്യത്തിന്റെ വലുപ്പം എന്താണ്, അത് ശരിക്കും നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അപ്പൊ നമ്മൾ ആദ്യ ആയത്തിലേക്ക് കിടക്കാം. അപ്പൊ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ ക്ലാസ് ഇതിന്റെ പാരായണം തന്നെയാണ്. ഒന്നാമതായി നമ്മൾ അള്ളാഹുവിന്റെ കലാം പഠിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അത് തെറ്റാതെ ഓതാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ മഹ്റജുകൾ ശരിയാവണം, അക്ഷരങ്ങളെ മഹ്റജുകൾ ശരിയാവണം. അതുപോലെ തന്നെ അതിന്റെ പാരായണ നിയമങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ തെറ്റിപ്പഠിച്ച് വെക്കരുത്. കാരണം നമ്മൾ 40 ആയത്തും കാണാതെ പഠിക്കുകയാണ് ചെയ്തത്. നമ്മൾ സുമറുള്ള 40 ആയത്തും നമ്മൾ ഇത്രയും കാലമായിട്ട് 8 കൊല്ലമായിട്ട് നമ്മൾ ഈ 40 ആയത്തും നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണാതെ പഠിക്കുന്നത് കൊണ്ടും ഒരായത്ത് പലതവണ ആവർത്തിച്ച് നമ്മളത് ഓതുന്നത് കൊണ്ടും അതിന് സമയം മാറ്റി വെക്കുന്നത് കൊണ്ടുമാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഒരു ആയത്ത് പഠിച്ചാൽ ആ ആയത്തിലെ ഓരോ വാക്കിന്റെ അർത്ഥങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അത് ഓതാനുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം. നമ്മൾ പഠിച്ച ആയത്തിൽ പിന്നെ നമുക്ക് എന്താ വരുന്നത്, ഓതുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ് ഇതിന്റെ ആയത്ത് പഠിപ്പിക്കൽ തന്നെയാണ്. ശ്രദ്ധിക്കാം. ഒന്നാമത്തെ വാക്ക് ഇന്നാന്നുള്ളതാണ്. അപ്പൊ ഇന്ന എന്ന് പറയുമ്പോൾ ശ്രദ്ധയുള്ള ന്യൂനാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഖുർആനിൽ നമ്മള് കൈവച്ചിരിക്കുക, ശ്രദ്ധിച്ചിരിക്കാൻ നോക്കുക. ഇതിൽ ഓരോ അക്ഷരങ്ങളും അള്ളാഹുവിന്റെ കലാമിൽപ്പെട്ടതാണ്. അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ശ്രദ്ധയുള്ള ന്യൂനാണ്. അപ്പൊ ശ്രദ്ധയുള്ള ന്യൂന് നമ്മൾ ഉന്നത്ത് കൊടുക്കണം. ഇന്ന എന്ന് പറയണം. ശ്രദ്ധയുള്ള ന്യൂനിന് ഇന്ന, എല്ലാ ശ്രദ്ധയുള്ള ന്യൂനിനും മണിക്കണം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നേരെ സാധനം കാണാം, അതാണ് ശ്രദ്ധ. കട്ടി കൊടുക്കുക, അതാണ് ശ്രദ്ധ പറഞ്ഞാൽ. അപ്പൊ ആ ശ്രദ്ധയുള്ള നൂനിനെ എല്ലാ അക്ഷരങ്ങളും മണിക്കണ്ട. ശ്രദ്ധയുള്ള നൂനിന്റെ മേലെ ശ്രദ്ധ ഉണ്ടെങ്കിൽ മണിച്ചുകൊണ്ട് പോകണം. അത് മനസ്സിലാക്കുക. അപ്പൊ അവിടെ നീട്ടാന് ആ ശ്രദ്ധയുള്ള നൂനിനെ നീട്ടാനൊരു അലിഫുണ്ട് അല്ലെ. അലിഫ് മത്തക്ഷരമാണ്. മത്തക്ഷരങ്ങൾ 3 മത്ത് നീട്ടുകയാണ്. ഒരു അക്ഷരം സാധാരണ ഉള്ളതിനേക്കാൾ നീട്ടുക. അതിനാണ് ഈ നീട്ടലൊക്കെ പറഞ്ഞു വെച്ചാൽ ജിബീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ഊതിയത്. നമുക്ക് അങ്ങനെ ഓതാൻ പറ്റുള്ളൂ. ഖുർആൻ സാധാരണ വേറെ ഏതെങ്കിലും അറബി ടെക്സ്റ്റ് വായിക്കണ മാതിരി വായിക്കാൻ പറ്റില്ല. ജിബീൽ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ ഊതി അതേപോലെ ഓതണം. അപ്പൊ ഈ ന എന്നുള്ളിടത്ത് ആ നൂനിനെ നീട്ടാൻ ഫതഹ അല്ലെ. ആ ഫതഹിന് ശേഷം വന്നത് മദ്ദക്ഷരമാണ്. അലിഫ് വാവ് യാ. എന്താണ് മദ്ദക്ഷരങ്ങൾ? ഏതൊക്കെയാണ്? അലിഫ് വാവ് യാ. അത് ഓർത്തു വെക്കാൻ ഒരു എളുപ്പമായി പറഞ്ഞുതരാം. മത്ത് എന്ന് പറഞ്ഞാൽ നീട്ടാനാണ്. ഒരു അക്ഷരത്തെ നീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കല് അറബിയിൽ ഈ 3 അക്ഷരങ്ങളാണ് അല്ലെ. ഒരു അക്ഷരത്തെ നീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 3 അക്ഷരങ്ങളാണ്. അലിഫ് വാവ് യാ. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ പിന്നെ അത് മറക്കുന്ന പ്രശ്നമില്ല. അലിഫ് വാവ് യാ. ഈ 3 അക്ഷരങ്ങളാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ. മദ്ദ നീട്ടതാണ്. ഓർത്ത് വെക്കാണ്ട് ഓരോ കാര്യങ്ങളും ഓർത്ത് വെക്കണം. പ്രത്യേകമായിട്ട് കേട്ടിട്ട് ഒക്കെ മറന്നു പോകരുത്. പഠനമാണ്, പഠിച്ചു വെക്കണം. അലിഫ് വാവ് യാ. ഇപ്പൊ നമ്മൾ ഫതഹില നീട്ടുകയാണെങ്കിൽ നമ്മൾ സാധാരണ അലിഫാണ് ഉപയോഗിക്കുക. ഫതഹില നീട്ട് ഒരു അക്ഷരത്തിന് ഫതഹ ആണെങ്കിൽ അത് നീട്ടാൻ വേണ്ടി അലിഫ് ഉപയോഗിക്കും. ലമ്മാണെങ്കിൽ നീട്ടാൻ വേണ്ടി വാവ് ഉപയോഗിക്കും. ഇപ്പൊ ആന്നുള്ള അക്ഷരം തന്നെ എടുക്കുക. ഇതിനെ നീട്ടത്തിന് ഇത് ഫതഹാണ്. ഇതിനെ നീട്ടാനാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കല്? അലിഫ ഉപയോഗിക്കുക. അടാ അപ്പൊ അത് ഇങ്ങനെ കിട്ടും. മനസ്സിലായിട്ട് പറഞ്ഞത്. ഇനി ഈന്നാണ് വിചാരിക്കുക. ഇത് ആ നീട്ടാൻ ഈ ആണെങ്കിൽ ഈന്ന് നീട്ടാൻ യാണ് ഉപയോഗിക്കുക കെസ്റാണെങ്കിൽ. ഇനി ഊന്നുള്ള അക്ഷരം വാവാണെങ്കിൽ നീട്ടാൻ എന്താ ഉപയോഗിക്കുക? പിന്നെ അലിഫ്. ലമ്മാണെങ്കിൽ നീട്ടാൻ എന്താ ഉപയോഗിക്കും? വാവ് ഉപയോഗിക്കും. എല്ലാ അക്ഷരവും തന്നെ.
ഫതഹ് കസ്റ് വന്നു. ഫതഹിനെ നീട്ടാൻ അലിഫും, കസ്റിനെ നീട്ടാൻ യാവും, വമ്മിനെ നീട്ടാൻ വാവും. അതാണ് മദ്ദക്ഷരങ്ങൾ. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ ഇവിടെ ഇന്ന ഇന്ന എന്നുള്ള സിദ്ദുള്ള നൂനിന് ശേഷം അവിടെ നീട്ടിയില്ലേ? ആ നീട്ടിയ ആ അക്ഷരത്തിന് ശേഷം വന്ന അക്ഷരം ഏതാണ്? അലിഫാണ്. അപ്പൊ അവിടെ നീട്ടണം. അപ്പൊ ഇന്ന എന്ന് പറയണം. ഇന്ന എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ഇന്ന എന്ന് പറഞ്ഞാലും പോരാ, ഒരു അല്പം നീട്ടണം. അതാണ് മദ്. സാധാരണ നീട്ടുന്നതിനേക്കാൾ നീട്ടണം. അത് ചിലത് പിന്നെ 6 ഹർക്കത്ത് വരെ നീട്ടേണ്ടി വരും. 6 ഹർക്കത്ത് എന്നാൽ ഇങ്ങനെ 5 തവണ വിരല് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ തുറക്കുന്ന സമയം വരെ നീട്ടേണ്ടി വരും. ചിലത് അത്ര നീട്ടേണ്ടി വരില്ല. മത്തന്നെ ഒരു മുത്തസ്സിലുണ്ട്, മുഫസ്സിലുണ്ട്, ലാസിലുണ്ട്, പല ടൈപ്പ് മത്തുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം, എല്ലാം കൂടി തലയിൽ കയറൂല. ഇവിടെ നോക്കി ഇന്ന. അപ്പൊ അവിടെ നമുക്ക് നീട്ടണം. ഇന്ന കേട്ടോ. അൻസൽനാ അലൈക്കൽ കിതാബ. അവിടെ അൻസൽന, അവിടെ സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം വന്ന അക്ഷരം ഏതാണ്? സായാണ്. അപ്പൊ അതിനെ നമ്മൾ ആ നൂനിനെ എന്ത് ചെയ്യാൻ പാടില്ല? വ്യക്താക്കാൻ പാടില്ല. വ്യക്താക്കാൻ പാടില്ലാത്ത അക്ഷരങ്ങളും വ്യക്തമാക്കേണ്ട അക്ഷരങ്ങളും ഉണ്ട്, അല്ലെ? ഇപ്പൊ നമ്മള് എല്ലാ ഭാഷയിലും ഉണ്ട്. ചില അക്ഷരങ്ങൾ നമ്മൾ വ്യക്താക്കിയാൽ, ഇപ്പൊ സുനാമി എഴുതുമ്പോ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? ടി എഴുതാം. ടി സുനാമി എന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഭയങ്കര ബോറാണ്, തെറ്റാണ് വായിച്ചത്, അല്ലെ? നോളേജ് കേട്ടാവും മുന്നില്, അത് ഉച്ചാരണത്തിൽ വരില്ല. ഇതേപോലെ അറബി ഭാഷയിലും ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല. അപ്പൊ സുക്കൂനുള്ള നൂനിന് ശേഷം സായി വന്നാൽ അവിടെ അത് ഔവ്യക്തമാക്കണം. ഇതിനെ സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കണം, ഔവ്യക്തമാക്കണം. എന്നിട്ട് മണിക്കാ വേണ്ടത്. ആ സ്ഥാനത്ത് ഉന്നത്ത് കൊടുക്കുക. അപ്പൊ എന്ന് വരാൻ നൂന് വ്യക്തമാവാൻ പാടില്ല. നൂനെപ്പോഴാ ശരിക്ക് വലിയ പുറത്ത് നമ്മളെ ഈ മേലെ വരി പല്ലിന്റെ മേലെ നാവിന് തട്ടുമ്പോഴാണ്. അവിടെ തട്ടാൻ പാടില്ല. നാവ് നടുവിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പൊ കറക്കല്ല. അള്ളാന്റെ കലാമാണ് നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അള്ളാഹുവിന്റെ കലാമിന്റെ ഉച്ചാരണം, നമ്മുടെ ഉച്ചാരണം നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അതൊരു കൂലിയാണ്, പ്രതിഫലമാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ പഠിക്കുക, അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശരി. അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. അവിടെ വീണ്ടും ഒരു നൂല് വന്നു, അല്ലെ? ആ നൂല് ഏതാണ്? ശ്രദ്ധയുള്ള നൂലാണ്, ശ്രദ്ധയില്ലാത്ത നൂലാണോ? ഖുർആൻ നോക്കി, ഖുർആൻ നോക്കണം. ലിന്നാസി എന്നുള്ള ശ്രദ്ധയുള്ള നൂല അല്ലാത്ത നൂലാണോ? അപ്പൊ ലിന്നാസി ബിൽ ഹഖ് ആണ്. ലിന്നാസി ബിൽ ഹഖ് ഖാഫാണ്. ഹഖ് ആണ്. അണ്ണാക്കിന്റെ അങ്ങേയറ്റം എന്നാണ് വേണ്ടത്. ഖാഫ് 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 അങ്ങേയറ്റം. ലിന്നാസി ബിൽ ഹഖ് ആണ്. ലിന്നാസി ബിൽ ഹഖ് തർക്കുന്ന കൂട്ടിയതുണ്ട്. ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. എന്നാ പറയും? കാണാതെ عليك عليك علينا إنا أنزلنا عليك الكتاب. أقول لك إنا أنزلنا فمن اهتدى فلنفسه. ഫമൻ ഇഹ്തദ പക്ഷേ അലിഫ് ഉച്ചരിക്കാൻ പാടില്ല. ഫമൻ ആ നൂന് കഴിഞ്ഞാൽ പിന്നെ ഹാ പറയാൻ പാടുള്ളൂ. ഫമൻ ഇഹ്തദ പറയാൻ പാടില്ല.
فمن اهتدى فلنفسه അതല്ലേ فمن اهتدى فلنفسه നമ്മുടെ فمن اهتدى فلنفسه فمن اهتدى فلنفسه فمن اهتدى فلنفسه ومن ضل فإنما يضل عليها നേരത്തെ പറഞ്ഞത് നിയമം മൻ എന്നത് ആ ന്യൂനെ വ്യക്താക്കാൻ പാടില്ല ചെയ്യണം. അവ്യക്തമാക്കി മണിക്കാ വേണ്ടത്. കാരണം ശേഷം വാദാണ് വന്നത്, അക്ഷരാണ്. പിന്നെ ഇന്നമാന്നുള്ളത് വീണ്ടും ശ്രദ്ധയുള്ള ന്യൂനെ അത് മണിക്കണം. ഇന്നമ കേട്ടാ ഇനി അതല്ലേ പത്ത് കണ്ടില്ലേ അവിടെ നേരത്തെ പറഞ്ഞ സുക്കൂനെ ആ സാക്കിനായ നൂന് ഏറ്റവും കൂടുതൽ പഠിക്കണ നിയമം സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂന് വ്യക്തമാക്കേണ്ടത് 6 അക്ഷരങ്ങൾക്ക് മുന്നിലാണ്. അത് ഓർത്തിച്ചാൽ മതി. 6 അക്ഷരങ്ങൾക്ക് മുന്നിലെ സാക്കിനായ നൂന് വ്യക്താക്കാൻ പാടുള്ളൂ. ഇതിൽ എല്ലാം വ്യക്താക്കാൻ പാടില്ലാത്ത അക്ഷരങ്ങളാണ്. 6 അക്ഷരം പോലും ഇതിൽ വന്നിട്ടില്ല. അപ്പൊ ഇതിൽ വന്ന അക്ഷരങ്ങൾ അതായത് ഒന്ന് സായാണ്, പിന്നെ 2 വാദാണ് കേട്ടാ, മൂന്നാമത്തത് താ ആണ്. വമാ അൻത അലൈഹിം ബിവകീൽ അതല്ലേ വമാ അൻത അലൈഹിം ബിവകീൽ. അതിനെ ഞാൻ ഓർത്ത് കേൾപ്പിക്കാൻ കൂടെ ആവർത്തിച്ച് ഓതണം. കൂടെ പോകുന്നത് എല്ലാവരും ഖുർആൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഗുണങ്ങളുണ്ടാകും.
നമ്മളെ നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും ഖുർആൻ ഞാനൊന്നും എത്ര കൂടിയാലും ശരിയാവില്ല, ആയത്തെ അങ്ങനെ അപ്പോൾ ഓതുമാണ് ഓതും, പിന്നെ കൂടിയാൽ അതേപോലെ ഓതാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പലരുടെയും അനുഭവം എന്താണെന്ന് വെച്ചാൽ ഖുർആനിന് ഒരു അമാനുഷികമായ ശക്തിയുണ്ട്. അതാണ് ഖുർആൻ മോചിസത്ത് എന്ന് പറയുന്നത്. ഖുർആന്റെ മോചിസത്ത് അതിന്റെ ആശയത്തിൽ മാത്രമല്ല. ഖുർആന്റെ മോചിസത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട് അതിന്റെ ഓരോ ഹറഫുകളിലും ഖുർആനിന്റെ മോചിസത്ത് മനസ്സിലാക്കാൻ പറ്റും. ഓരോ അക്ഷരങ്ങളിലും ഖുർആന്റെ മോചിസത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വേറെ ഒരു ഗ്രന്ഥമോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം പഠിക്കുന്ന പോലെയല്ല. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചാൽ പലതും നമ്മൾ വൈകിട്ട് പോയിട്ടുണ്ട്. ഒന്ന് എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, നമ്മുടെ തലയിൽ കയറുക വിചാരിച്ചപ്പോൾ പോയിട്ടുണ്ട്. കാരണം അതിന് നമുക്ക് ബന്ധമൊന്നുമില്ലായിരുന്നു. അതിന്റെ പ്രാഥമികമായ കാര്യങ്ങളൊന്നും അറിയില്ല, ബേസിക്കായ കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഖുർആനിന്റെ മുന്നിൽ ഒരാൾ അത് പഠിക്കാൻ വേണ്ടി വന്നിരുന്നാൽ ഒരിക്കലും അയാൾക്ക് അത് എനിക്ക് മനസ്സിലാവില്ലാന്നോ തലയിൽ കയറുന്നില്ല എന്നോ ഖുർആൻ കഴിയുന്നവർ പറയുക. അയാളുടെ ആത്മാർത്ഥമായി നല്ല നീയത്തോട് കൂടിയിട്ട് അതീവമായ താല്പര്യത്തോട് കൂടിയിട്ട് അയാൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ് അതിൽ വിജയിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ കാലിന്റെ കൂടെ നമ്മൾ ആവർത്തിച്ച് ഓതുമ്പോൾ ഗുണം നമുക്ക് മഹ്റജുകൾ വ്യക്തമാകും. അത് കുറയാണ്ട് ഓതുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ അക്ഷരത്തിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കും. അതിലൂടെയുള്ള ഒരുപാട് പാരായണം ശരിക്കും ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ തന്നെ തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ നമുക്ക് ഒരാൾക്ക് കഴിയുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് ഒരു ഭംഗിയായി ഖുർആൻ ഓതുന്ന ഒരാൾ എവിടെ നിങ്ങൾ എടുത്ത് നോക്കി. നമുക്കൊരു ഒരു പരിശോധനയുടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഭംഗിയായി ഖുർആൻ ഓതാൻ കഴിയുന്ന ഒരാൾ ഒരിക്കലും പഠിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നയിക്കാതിരിക്കുകയോ ചെയ്യുക. എവിടെ നോക്കി വളരെ മനോഹരമായിട്ട് തജ്വീദിന്റെ നിയമപ്രകാരം ഖുർആൻ ഓതാൻ കഴിയുന്ന ഒരാൾ, ഖുർആൻ ഓതാൻ പറ്റിയ ഒരാൾ, അതിനെ പഠിച്ച ഒരാൾ, ആ ഒരു വ്യക്തി എവിടെയെങ്കിലും എടുത്തു നോക്കേണ്ടി അങ്ങനെ ഓതാൻ കഴിഞ്ഞ് അയാൾ ചിലപ്പോൾ ഒരു സാധാരണക്കാരനായിരിക്കും, ഒരു കച്ചവടക്കാരനായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലിക്കാരനായിരിക്കും. ആരാവട്ടെ, ഒരു മതപ്രബോധന പണ്ഡിതനൊന്നും ആവണമെന്നില്ല, ഒരു ഖുർആന്റെ പണ്ഡിതനൊന്നും ആവണമെന്നില്ല. അല്ലാത്ത ആളുകൾ പോലും ഖുർആൻ ഭംഗിയായിട്ട് ഖുർആൻ തജ്വീദ് പഠിച്ച ആൾക്കാർ, അത് പ്രകാരം ഓടുന്ന ആൾക്കാർ എവിടെ നോക്കരുത്. കുട്ടികളാവട്ടെ, വലിയ ആൾക്കാരാവട്ടെ, ആരാവട്ടെ, അതനുസരിച്ചുള്ള ജീവിതം അവർക്ക് ഉണ്ടാവണം. എവിടെയെങ്കിലും പരിശോധിച്ച് നോക്കി. അപ്പൊ ഒന്നാമതായി നമ്മൾ ഖുർആൻ ഓതാൻ തന്നെ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ ഓതാൻ തന്നെ മര്യാദയ്ക്ക് നമുക്ക് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ഖുർആനിന് ബന്ധമില്ലാത്ത ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ഖുർആൻ ഓതാൻ അറിയുക എന്ന് പറയുന്നത് അതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് നമ്മളിത് ആവർത്തിച്ച് ഓതേണ്ടത്. ശരി, ഒന്നുകൂടി ഓതാം. ഓരോ അക്ഷരങ്ങൾ ഇത് കുറച്ച് തഹ്ദീർ ഇനത്തിൽപ്പെട്ട ഖിറാഅത്താണ്. നമ്മൾ പണ്ട് പഠിച്ചത് ഓർമ്മയില്ല, 4 തരം ഖിറാഅത്ത് പഠിച്ചിരുന്നത്. അപ്പൊ ഇതില് നമുക്ക് വളരെ സാവകാശം തർത്തീൽ, ഒന്നാമത്തെ ഒരു തർത്തീലാണ്. ആ തർത്തീലിന്റെ ക്രമത്തിൽ അത് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ ശരിക്കെടുത്ത് വ്യക്തമായിട്ട് നമുക്കതിനെ മഹ്റജ് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഖിറാഅത്താണ് അബ്ദുൽ ബാസിത്തിന്റെ ഖിറാഅത്ത്. അപ്പൊ ആ ഖിറാഅത്ത് ഞാൻ ആയതൊന്ന് കേൾപ്പിക്കുക. നമുക്ക് അതിന്റെ കൂടെ തന്നെ അതിലെ ശരിക്കും ഓരോ അക്ഷരങ്ങളും തന്നെ സാവകാശം അതെടുത്തിട്ട് ഓടുന്ന ഓത്താണ്.
അപ്പോൾ അത് കേൾക്കാം, അതിന്റെ കൂടെ ഒന്ന് ചെയ്യാം. തർത്തീബത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു തദബ്ബുർ പ്രകാരമുള്ള വാക്കാണ്. അതായത് ഒരു ഭാഗം ഊതിയിട്ട് അവിടെ നിർത്തി 30 സെക്കൻഡ് ശരിക്കും അവിടെ നിർത്തും. ആ 30 സെക്കൻഡ് നിർത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും ആ പറഞ്ഞ അത് ഇനി നമുക്ക് അള്ളാഹു ആരോഗ്യ ആയുസ്സൊക്കെ തരികയാണെങ്കിൽ ഈ ആയത്തിന്റെ അർത്ഥവും വിശദീകരണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചിന്തിക്കാൻ മാത്രമുള്ള വിഷയം അതിലുണ്ട്. ശരിക്കും അവിടെ നിർത്തിയിട്ട് 30 സെക്കൻഡ് ആ പറഞ്ഞ കാര്യം ശരിക്കും ചിന്തിക്കാനാണ്. അത് ഈ പിന്നെ വലിയ ആഭിധീയങ്ങളായ ഭാഷികങ്ങളായ ആളുകളൊക്കെ ഈ ഖിറാഅത്ത് കേൾക്കുമ്പോൾ അവരിങ്ങനെ ആ നൃത്തത്തിൽ അവരുടെ ഏങ്ങൽ കേൾക്കാൻ പറ്റും, അവർ തേങ്ങുന്നത് കേൾക്കാൻ പറ്റും, അവർ സങ്കടപ്പെട്ട് കരയുന്നത് കേൾക്കാൻ പറ്റും. ആ നൃത്തത്തിൽ ആ ഒരു വഖഫിൽ അത് 30 സെക്കൻഡ് സമയം അത് ശരിക്കും തദബ്ബുറിനുള്ളതാണ്, ചിന്തിക്കാൻ. മറ്റായത്തുകളൊന്നും ചിന്തിക്കാനുള്ളതാണ്. അപ്പൊ ഇത്രയും ആയത്തുകൾ പഠിച്ചതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ 20 ചില്ലാനം ആയത്തുകൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഈ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ശരിക്കും ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 30 സെക്കൻഡ് വഖഫിൽ അയാൾക്കൊന്ന് തേങ്ങാനും കരയാനും ഉണ്ടാവും. അങ്ങനെയാണ്. ഇപ്പൊ സൂറത്ത് തൂറിലെ പിന്നെ ആദ്യത്തെ ആയത്തിൽ പിന്നെ ഇന്ന അലാബറബിക്കലവാക്കയാണ് എന്ന് പറയുന്ന ആ ആയത്തുണ്ടല്ലോ. ആ ആയത്തിന് നമ്മളൊക്കെ എത്രയോ തവണ ഓതാറുണ്ട്. പക്ഷെ നമ്മൾ ഈ തദബ്ബുറും തർക്കീലും അടങ്ങുന്ന ഖിറാഅത്ത് കേട്ടാൽ അവിടെ നിർത്തിയിട്ട് 30 സെക്കൻഡ് നിർത്തി ശരിക്ക് ഉമർ ഖത്താബ് കരഞ്ഞായത്താണ്. ശരിക്കും ഉമർ ഖത്താബ് കരഞ്ഞ നമ്മളൊന്നും എത്രയോ തവണ കേട്ടിട്ടോ ഓതിട്ടോ നമ്മൾ കരണ്ടില്ല. ഉമർ ഖത്താബിന്റെ മയ്യത്ത് കുളിപ്പിച്ച സ്വഹാബികൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മുഖത്ത് നഹത്വാനി അസ്വദാനി മിൻ ശുദ്ധത്തിൽ ബുഖാർ, അദ്ദേഹത്തിന്റെ മുഖത്ത് 2 കറുത്ത ചാലുകൾ ഞങ്ങൾ കണ്ടുന്നാണ്. ഹത്താനസ്വദാനി 2 കറുത്ത ചാല്. അതെന്താന്ന് വെച്ചാൽ ശുദ്ധ കരഞ്ഞ് ഇങ്ങനെ കണ്ണീർ ഒലിച്ച് ആ വെള്ളം കുറേ ഒരു സ്ഥലത്ത് കൂടെ കുറേ തവണ വെള്ളം ഒലിച്ചാൽ എവിടെ ആണെങ്കിലും ഒരു അടയാളം ഉണ്ടാവും, വെള്ളം ഒഴുകിയ അടയാളം ഉണ്ടാവും. കണ്ണീർ ഒലിച്ചിട്ട് ആ 2 ഭാഗത്തും കറുത്ത 2 അടയാളം ഞങ്ങൾ കണ്ടു എന്ന് മയ്യത്ത് കുറിച്ച് സ്വഹാബികൾ പറയുന്നു. ഭർത്താവിന്റെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ എപ്പോഴും ഇന്ന അലാബറപ്പിക്കലവാക്ക ഇതിങ്ങനെ പറയുമായിരുന്ന നടന്നിങ്ങനെ പോകുമ്പോൾ. അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് കണ്ണിൽ മുഖത്ത് കറുത്ത 2 ചാല് വരുത്തി ആയത്താണ് ഇന്ന അലാബറപ്പിക്കലവാക്ക എന്നതായത്. അത് ഓരോ ആയത്തും അങ്ങനെയാണ്. അപ്പം അത് ഈ ഖിറാഅത്ത് നമ്മൾ തർത്തീലും തദബ്ബുറും കൂടി ചേരുന്ന ആ ഖിറാഅത്തും ഈ ഒരു ആയത്തും കൂടി നമ്മൾ ശരിക്കും ചിന്തിക്കുമ്പോൾ അത് ഭാഷത്തിന്റെ ഒരു ശൈലിയാണ്. നിർത്തിയിട്ട് പിന്നെ ഒരു 30 സെക്കൻഡ് നിർത്തിയിട്ട് പിന്നെ ഊതാനുള്ളത്. പക്ഷെ അത് തദബ്ബുർ ചെയ്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നിർത്തല് ആർക്ക് ഉപകാരപ്പെടും? ഈ ചിന്തിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഖിറാഅത്ത് അത് സൂചിപ്പിച്ചത് മാത്രം. ശരി, ഒന്നുകൂടി കേൾക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ അർത്ഥവും പദങ്ങളുടെ അർത്ഥവും ഇതിന്റെ ആശയവും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാം. പരമാവധി ഈ ആയത്ത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആയത്ത് കാണാതെ
പഠിച്ചിട്ട് തന്നെ വരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മകളൊന്നും പോലെ തെറ്റിക്കുട്ടികളൊന്നും വിട്ടുകൊടുക്കുമാറാകട്ടെ. നമ്മുടെ വിട്ടുപോയിട്ട് പ്രദാനം ചെയ്യട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവർക്കൊക്കെ അള്ളാഹു ശിഫായിനെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹായ മക്കളായി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കച്ചവടത്തിലും ഇടപാടുകളിലും ജോലിയിലുമെല്ലാം അള്ളാഹു നിഅമത്തും ബർക്കത്തും എളുപ്പവും പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك